ഹായ് ഹലോ. ഞാനിപ്പോ ചന്ദ്രനിലൊന്നല്ല നിക്കുന്നത്. സോ ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഇതൊന്ന് ഉണ്ടാക്കി വെക്കാലോ. സിമ്പിൾ പരിപാടിയാണ്. ഇത്രക്ക് ഈസി ആവും നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സംഭവം നമുക്ക് കുറച്ച് കാർഡ്ബോർഡ്സ് വേണം. അപ്പോൾ കാർഡ്ബോർഡ്സ് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ സംഭവം നമ്മുടെ കേക്കിന്റെ ബോർഡില്ലേ, അത് ഒരെണ്ണം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഷേപ്പ് ആയിട്ടും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ എടുത്താലും മതി. സോ അങ്ങനെ കറക്റ്റ് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം ഒരു 3 കാർഡ്ബോർഡ്സ് എങ്കിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. എന്തിനാന്ന് വെച്ചാല് ഒരു കനത്തിന് കുറച്ച് കനം ഇരിക്കട്ടെ. സംഭവം മൂണല്ലേ, കുറച്ച് വെയിറ്റ് ഒക്കെ വേണല്ലോ. സോ അങ്ങനെ 3 ഒട്ടിച്ചു കൊടുക്കുക, ലെയർ ലെയർ ആയിട്ട്. പിന്നെ അതിന്റെ ചുറ്റും ഇങ്ങനെ റൗണ്ടിൽ നമ്മുടെ കാർഡ്ബോർഡ് തന്നെ അതിന് രണ്ടായിട്ട് ഇങ്ങോട്ട് ചീന്തി കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് സിമെന്റ് ഇല്ലേ, അതാണ് ഈ സംഭവം. അപ്പോൾ ഇതില് കുറച്ച് ഇത് പെട്ടെന്ന് ഉണങ്ങും. ഞാൻ ഫസ്റ്റ് ടൈമാണ് വൈറ്റ് സിമെന്റ് കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ കളി എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഇതിൽ കുറച്ച് കുറച്ച് ഫാൾട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. പിന്നെ ഞാനിത് കയ്യുമായ എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൈ കൊണ്ടൊന്നും ആക്കാതെ ഒരു കൊലണ്ടൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇത് കൈ കൊണ്ടൊക്കെ ചെയ്താൽ മതിയായിരുന്നു, എന്നാൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടുമായിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെയൊക്കെ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാ തോന്നുന്നത് കേട്ടോ. സോ അങ്ങനെ ചെയ്യാം. പിന്നെ അതിന്റെ മേലെ ഞാനിത് വൈറ്റില് കാർഡ്ബോർഡ് എടുക്കാമെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. കാരണം ഞാൻ ഫോം ഷീറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുമ്പോൾ വേറെ എക്സ്ട്രാ ഒരു വൈറ്റ് പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് വൈറ്റ് ആണല്ലോ. അപ്പൊ കാർഡ്ബോർഡ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പെയിന്റും കൂടി അടിച്ചേക്കാം കേട്ടോ. അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ലൈറ്റ്. ലൈറ്റ് ആണ് അതിന്റെ മെയിൻ, അതിന്റെ ആ ലുക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സൈഡിൽ ജസ്റ്റ് ഒരു ഓട്ട വെക്കുക, അതിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടും. ഓക്കെ. എന്നിട്ട് അത് റൗണ്ട് ആയിട്ട് എന്ത് ചെയ്യുക, ലൈറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ടേപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കണ്ടേ. സോ കത്തിച്ച് നോക്കാം. വെയിറ്റ്, അതിന് മുന്നേ ഞാൻ എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. നമ്മൾ ആ സൈഡിലുള്ള ആ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡ് കുറച്ച് വൃത്തികേടായിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ അത് വാഷി ടേപ്സ് ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഇത് ഒട്ടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കണം, എങ്ങനെ ഉണ്ടെന്ന് അറിയണല്ലോ. സംഭവം ബാക്കും ഫ്രണ്ടും ഒക്കെ സെറ്റാണ്. ഇനി നമുക്ക് ഇതിന്റെ കറക്റ്റ് ലുക്ക് കാണണമെങ്കിൽ നൈറ്റ് ആവണം. നൈറ്റ് ആവാൻ വെയിറ്റ് ചെയ്യാം. യെസ്. സംഭവം ഇങ്ങനെ കളറല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, പിന്നെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യും, വായിക്കാലോ, രസല്ലേ. അപ്പൊ ശരി, ടാറ്റാ ബൈ.